Hi friends, 10 days spoken English class in day. 9ാമത്തെ ദിവസമാണെന്നല്ലേ ഡേ 9. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സുകളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ആ വീഡിയോസ് എല്ലാം ഒന്ന് കാണണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന എക്സർസൈസ് നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ 1 to 9 days വരെയുള്ള എല്ലാ എക്സർസൈസും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വന്നിട്ടുണ്ട് എന്നുള്ള ഫോമാണ് പഠിച്ചത്. അപ്പോൾ അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം എന്നതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ ഇങ്ങനെ ചേർക്കും. നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഓക്സിലറി വെർബിനെ ഇങ്ങ് മുമ്പിൽ എടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഹാവ്, ഐക്ക് പകരം അവിടെ യു. ഹാവ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്? എന്തായി അവിടെ? നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഹാവിന് ശേഷം നോട്ട് ചെയ്തെടുക്കുക അല്ലേ. ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എന്നാൽ നീ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്നാണെങ്കിലോ എന്താണ് അവിടെ വരുന്നത്? ഈ നമ്മൾ ഹാവ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷിന് മുമ്പ് എന്ത് എന്നതിനെ വാട്ട് ഹാവ് യു സ്റ്റഡീഡ്. അപ്പോൾ നീ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിക്കേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാണ്, ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോയിട്ടില്ല എന്നാണെങ്കിൽ ഹി ഹാസ് നോട്ട് ഗോൺ ടു സ്കൂൾ. അവൻ എവിടെയാണ് പോയിട്ടുള്ളത് എന്നാണെങ്കിലോ ഈ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ എന്നുള്ളതിൻ്റെ മുമ്പിൽ എവിടെ എന്നുള്ളതിൻ്റെ വെയർ ചേർക്കുക. വെയർ ഹാസ് ഹി ഗോൺ, വെയർ ഹി ഹാസ് ഗോൺ അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 ഫോംസ് ആണല്ലോ നമ്മൾ പഠിച്ചത്. ഇനി അവൻ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്താണ്? ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. അവൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. അവൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ്. ഹാഡ് ഹി ഡൺ ഹിസ് ഹോംവർക്ക്? ഹാഡ് ഹി ഡൺ ഹിസ് ഹോംവർക്ക്. അവൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എന്താണ്? ഹി ഹാഡ് നോട്ട് ഡൺ ഹിസ് ഹോംവർക്ക്. ഇനി അവൻ എന്താണ് ഉണ്ടായിരുന്നത് എന്നാണെങ്കിലോ വാട്ട് ഹി ഹാഡ് ഡൺ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ 3 രീതിയിലുള്ള, അതായത് ഇതൊരു ചെറിയ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാസ്, ഹാവ്, ഹാഡ് ചേർത്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആ ക്വസ്റ്റ്യൻ ഫോംസും കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർക്കുകയാണ്, കാരണം നിങ്ങൾക്ക് ഓർമ്മ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇപ്പോൾ ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക് എന്ന് പറയുന്നതിന് പകരം അവൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ എന്തു പറയും? എന്താണ്? ഹി ഡസ് ഹിസ് ഹോംവർക്ക്. ഓക്കെ, ഹി ഡസ് ഹിസ് ഹോംവർക്ക്. അപ്പോൾ അവൻ്റെ ഹോംവർക്ക് ചെയ്തിരുന്നു. ഹി ഡിഡ് ഹിസ് ഹോംവർക്ക്. ഓക്കെ, അവൻ്റെ ഹോംവർക്ക് ചെയ്യും. ഹി വിൽ ഡു ഹിസ് ഹോംവർക്ക്. അപ്പോൾ ഈ ഫോമുകൾ മുമ്പ് പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നൽകുന്ന എക്സസൈസിൽ ആ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവൻ്റെ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡസ് ഹി ഡു ഹിസ് ഹോംവർക്ക്? ഡസ് ഹി ഡു ഹിസ് ഹോംവർക്ക്. എന്നാൽ അവൻ്റെ ചെയ്യുമോ എന്നാണെങ്കിലോ വിൽ ഹി ഡു ഹിസ് ഹോംവർക്ക്. ഓക്കെ, അവൻ്റെ ഹോംവർക്ക് ചെയ്തിരുന്നോ എന്നാണെങ്കിലോ ഡിഡ് ഹി ഡു ഹിസ് ഹോംവർക്ക്. ഓക്കെ, എന്നാൽ അവൾ അതായത് ഫുഡ് കുക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ കുക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഷീ കുക്സ്. ഓക്കെ, അവൾ ഫുഡ് കുക്ക് ചെയ്തു എന്നാണെങ്കിലോ ഷീ കുക്ക്ഡ് ഫുഡ്. അവൾ ഭക്ഷണം പാകം ചെയ്യും എന്നാണെങ്കിലോ ഷീ വിൽ കുക്ക് ഫുഡ്.
അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഓക്സിലറി വെർബിൻ്റെ സഹായത്തോടെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പം ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനാണെങ്കിലും നെഗറ്റീവ് ഫോംസ് ആണെങ്കിലും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടാണ്, അവിടെ എല്ലാം ഓക്സിലറി വെർബ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ ബേസ്. അവിടെ അപ്പോൾ ഓക്സിലറി വെർബ് ഏതൊക്കെയാണെന്ന് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഡു, ഡസ്, ഡിഡ് പ്രധാനമായിട്ട് നമ്മൾ വെർബുകൾ ഫോം ചെയ്യാനും അതുപോലെ തന്നെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഡു, ഡസ്, ഡിഡ്, അതുപോലെ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ഈ ഓക്സിലറി വെർബുകളുടെ സഹായത്തോടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്തൊരു ഭാഗമാണ് ഈസ്, ആം, ആർ എന്ന് പറയുന്നത്. ഈസ്, ആം, ആർ എന്ന് പറയുമ്പോൾ ഞാൻ പോവുകയാണ്, ഐ ആം ഗോയിങ്. ഞാൻ വരികയാണ്, ഐ ആം കമ്മിങ്. അവൾ പോവുകയാണ്, ഷീ ഈസ് ഗോയിങ്. അവൻ പോവുകയാണ്, ഹീ ഈസ് ഗോയിങ്. അവർ പോവുകയാണ്, ദേ ആർ ഗോയിങ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പോവുകയായിരുന്നു അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ദേ വെയർ ഗോയിങ്. എന്നാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ഗോയിങ്. അപ്പോൾ ഈ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇവ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ING ഫോം കൂടി യൂസ് ചെയ്താൽ പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, കാരണം അതൊരു കണ്ടിന്യൂയിങ് ഫോമാണ്. അപ്പോൾ നമ്മളപ്പോൾ ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ് ഇതിൻ്റെ പ്രയോഗങ്ങളാണ് പ്രധാനമായും ഈ 10 ക്ലാസ്സുകളിൽ നാം പഠിച്ചത്. 10 അല്ല 9 ക്ലാസ്സുകൾ പഠിച്ചു. അപ്പോൾ നാളെ ആകുമ്പോൾ നമുക്ക് ആ ക്ലാസ്സുകൾ കൂടി അതുകൂടി ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അതിലുള്ള എക്സസൈസ് കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവൾ എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവൾ എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഭാഗത്തിൽ നിന്നാണ്. അവൾ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത്, അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നീ ബുക്സ് വായിച്ചിട്ടുണ്ടോ? നീ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നായിക്കോളൂ. നീ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അവർ എവിടെയാണ് പോയിട്ടുണ്ടാവുക? അവർ എവിടെയാണ് പോയിട്ടുണ്ടാവുക? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സസൈസിനുള്ളത്. ഇനി നാളെ നമ്മൾ 1ാമത്തെ ക്ലാസ് മുതൽ 10 ഡേയ്സ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പാകത്തിൽ നിങ്ങൾ ആ ഒരു ക്ലാസ് കൂടി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ 10 ഡേയ്സ് ക്ലാസ് നിങ്ങൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ, ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.